ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിരിക്കുന്ന ഈ ഒരു പ്ലാന്റിനെ പറ്റി തന്നെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള പ്ലാന്റ് ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ജെർബറ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിന് ആഫ്രിക്കൻ ഡെയ്സി, ബാർബേറിയൻ ഡെയ്സി അങ്ങനെ ഒത്തിരി പേരുകളിൽ ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് ഇതിനെ ജെർബറ എന്നൊക്കെ വിളിക്കുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നഴ്സറികളിലൊക്കെ പോകുമ്പം ഒത്തിരി കളേഴ്സ് ഇതിന് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു സ്പെഷ്യൽ പ്ലാന്റ് ആണ്, നമ്മൾ സ്പെഷ്യൽ കെയർ കൊടുത്തേ പറ്റും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇത് പ്ലാന്റ് നടുമ്പോഴും വളർത്തുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജസിൻ്റെ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അതിലും കൂടി ഒന്ന് കയറിയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും. അതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ ഒരു ഇൻഫർമേഷനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. പ്ലാൻസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പറൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതല്ല നിങ്ങൾക്ക് കാറ്റലോഗ് ഡയറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ജെർബറയുടെ വിശേഷങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം വളരെ മനോഹരമായിട്ടുള്ള പൂക്കൾ തരുന്ന സൂര്യകാന്തി വിഭാഗത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ജെർബറ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി കളർ വെറൈറ്റീസ് നമുക്കിതിൽ അവൈലബിൾ ആണ്. വൈറ്റ്, റെഡ്, പിങ്ക്, യെല്ലോ, ഇങ്ങനെ ഒത്തിരി കളേഴ്സ് നമുക്ക് ഈ ഒരു ജെർബറയിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു സമയം, അതായത് ഈ ഒരു സമ്മർ സീസണിലാണ് ഇതിൻ്റെ ഒരു ബ്ലൂമിങ് ടൈം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു വിൻ്റർ സീസൺ കഴിഞ്ഞിട്ട് ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ഈ ഒരു പ്ലാന്റ് നടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മഴക്കാലത്ത് നമ്മളിത് നട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. കാരണം മഴ, വെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നം വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയം, നമ്മുടെ മഞ്ഞുകാലമൊക്കെ തീരുന്ന ആ ഒരു സമയം നമുക്ക് ഈ ഒരു പ്ലാന്റ് നടാനായിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സീഡ്സിൽ കൂടെയും അതുപോലെ തൈകൾ നമുക്ക് ചട്ടിയിലേക്കൊക്കെ മാറ്റി നട്ടിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് വാങ്ങിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അത് നമ്മൾ ജെർബറയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു പ്ലാന്റ് നിങ്ങൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെ നോക്കി വാങ്ങിക്കുക. അതായത് നമ്മൾ ഓരോ ഇലകളും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ട് വേണം വാങ്ങിക്കാൻ. കാരണം ചിലപ്പോൾ നമ്മുടെ ചില ഇലകളൊക്കെ ചീഞ്ഞിരിക്കുന്നത് മറ്റ് ഇലകളെയൊക്കെ ഭാവിയിൽ, അതായത് നമ്മൾ വീട്ടിലൊക്കെ കൊണ്ടുവന്നതിന് ശേഷം മറ്റ് ഇലകളിലേക്കും അത് പടരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇല ചീഞ്ഞിരുന്നാൽ പോലും നമ്മൾ ആ ഒരു പ്ലാന്റ് വാങ്ങിക്കാതിരിക്കുക. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സ്, നമ്മുടെ ജെർബറയുടെ കാര്യത്തിൽ നമ്മൾ ലീവ്സാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ലീവ്സ് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് ഹെൽത്തി പ്ലാന്റ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നോക്കി വാങ്ങിക്കുക. അപ്പോൾ ജെർബറയുടെ പൂക്കളിലും ഒത്തിരി വെറൈറ്റീസ് ആണ്. അതായത് സിംഗിൾ പെറ്റലുള്ളതും ഡബിൾ പെറ്റലുള്ളതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ തന്നെ പൂക്കളിൽ തന്നെ ഒത്തിരി വെറൈറ്റീസ് നമുക്കുണ്ട്. കളേഴ്സിലാണെങ്കിലും അതിൻ്റെ ടെക്സ്ചറിലാണെങ്കിലും നമുക്ക് വെറൈറ്റീസ് അവൈലബിൾ ആണ്. അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 3-4 കളേഴ്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം റെഡ് തന്നെ ഒരു 3 വെറൈറ്റി എടുത്തിട്ടുണ്ട്. 3 ടൈപ്പാണ്. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു പ്ലാന്റിൻ്റെ പോട്ടിംഗ് മിക്സർ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല ഒരു ഡ്രെയിനേജ് ഹോളുള്ള ഒരു പോട്ടാണ്. അതായത് നമ്മുടെ ജെർബറ പ്ലാന്റിൽ ഒട്ടും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ലാത്ത ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ പോട്ടിംഗ് മിക്സർ ഞാനിവിടെ കാണിക്കുന്നില്ല, ഓരോന്നും കാണിക്കുന്നില്ല. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മണ്ണ്, മണൽ, ചാണകപ്പൊടി, അതുപോലെ തന്നെ പെർലൈറ്റ് നമുക്ക് വെള്ളം വാർന്നു പോകാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ അതും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ റീപോർട്ട് ചെയ്യാനുള്ള നമ്മുടെ ചെടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചട്ടിയിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ചട്ടി അധികം ഉറപ്പൊന്നും ഇല്ലാത്ത മണ്ണായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പം ചട്ടിയൊക്കെ ആണെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഇളകി വന്നോളും.
അപ്പോൾ അതിലേക്ക് നമ്മുടെ ബാക്കി പോട്ടി മിക്സ് കൂടി ഞാൻ ആഡ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ആ ഒരു പോട്ടി മിക്സ് ഞാൻ കളയുന്നില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്ലാന്റ് മൊത്തത്തിൽ വേര് മാത്രമായിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു മീഡിയം അത് വളർന്ന ആ ഒരു പോട്ടി മിക്സ് കുറച്ചെങ്കിലും വെച്ചതിന് ശേഷം നമ്മൾ പോട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ വേറെ ഒരു നഴ്സറിയിൽ നിന്നൊക്കെ കൊണ്ടുവന്നതാണെങ്കിൽ പിന്നെ പറയേണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പോട്ടി മിക്സ് നിലനിർത്തിക്കൊണ്ട് തന്നെ നടുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഒരു പോട്ടി മിക്സിൽ ഞാൻ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തിട്ട് വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും ആഡ് ചെയ്തിട്ടില്ല. ആഡ് ചെയ്തിട്ടുള്ളത് പെർലൈറ്റ് ആണ്. അപ്പം ഞാനിവിടെ മണൽ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് പെർലൈറ്റ് ഞാനിത് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് നന്നായിട്ട് ഒരു ഡ്രെയിനേജ് വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ടി മിക്സ് വേണം ജെർബറയ്ക്ക് യൂസ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പെർലൈറ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മണൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ മണൽ ആഡ് ചെയ്താലും മതി. പോട്ടി മിക്സിൽ കുറച്ചധികം മണൽ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയും മാത്രം ആഡ് ചെയ്താൽ മതി. വളരെ നന്നായിട്ട് നമുക്ക് പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒത്തിരി വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ചെടിക്ക് അത് കേടുപാടുകളൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജൈവ വളങ്ങൾ, ചാണകവെള്ളം, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി, ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പം നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒത്തിരി നനവാവണ്ട, നമ്മൾ നനച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, പോട്ടിൽ നനവുണ്ടോ നോക്കിയിട്ട് നനച്ചു കൊടുത്താൽ മതി. പിന്നെ സൺലൈറ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കുക. അതായത് രാവിലത്തെയും വൈകുന്നേരത്തേക്കും ഒരു സൺലൈറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴും വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൂക്കൾക്കൊക്കെ വാട്ടം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 4-5 മണിക്കൂറോളം വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ നമ്മുടെ ഈ ഒരു ചെടി വെക്കുന്നതായിരിക്കും നല്ലത്. ഡയറക്റ്റായിട്ട് മണ്ണിലേക്ക് നട്ടാലും വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നമുക്ക് പോട്ടിൽ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം മഴ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് മഴയത്തുനിന്ന് മാറ്റി വെക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമുക്ക് ഇതിൽ വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗി എന്ന് പറയുന്നത് പൂക്കൾ തന്നെയാണ്. കണ്ടില്ലേ, നല്ല രീതിയിൽ നല്ല സൂര്യകാന്തി പോലെ തന്നെ വിടർന്ന് നിൽക്കുന്ന പൂക്കളാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ എന്ന് പറഞ്ഞാൽ തട്ടായിട്ടുള്ള ഒത്തിരി പെറ്റൽസ് ഉള്ള ഒരു ഫ്ലവറാണ്. കണ്ടില്ലേ. അപ്പോൾ ഈ റെഡിൻ്റെ തന്നെ ഒരു 3-4 വെറൈറ്റീസ് എൻ്റെ അടുത്തുണ്ട്, വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം 3 വെറൈറ്റീസാണ്. ഒന്നിൻ്റെ സെൻറ്ററിൽ ബ്ലാക്ക് കളറ് ഒരു ഡിസൈൻ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ 3 വെറൈറ്റീസ് ഉള്ള പ്ലാന്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ജെർബറ പ്ലാന്റ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പം ഒത്തിരി കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുമ്പം, അതായത് നഴ്സറികളിലൊക്കെ അവൈലബിൾ ആയിരിക്കുമ്പോൾ തന്നെ വാങ്ങിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കളേഴ്സും നമ്മുടെ അടുത്ത് തന്നെ നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സീഡ്സ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സീഡ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ പ്ലാന്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് പൊട്ടി പുതിയ തൈകൾ ഉണ്ടാവും. ആ തൈകൾ മാറ്റി നട്ടിട്ട് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അതായിരിക്കും കുറച്ചുകൂടി സിമ്പിൾ. നമ്മൾ സീഡ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനേക്കാളും അതായിരിക്കും കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള കാര്യം. അങ്ങനെ നമുക്ക് ഒത്തിരി മാറ്റി ഒത്തിരി പ്ലാന്റ്സ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ പൊട്ടി പുതിയ മുളകളൊക്കെ ഉണ്ടാവുന്ന, പുതിയ ചെടികൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ്. അപ്പം ചട്ടിയിൽ അല്ലെങ്കിൽ നമുക്ക് നിലത്ത് നട്ടാലും ഇതുപോലെ ഒത്തിരി പൊട്ടി പൂക്കളുണ്ടാവും. അപ്പോൾ അത് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് പുതിയ പ്ലാന്റ്സ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ജെർബറ പ്ലാന്റ് നമ്മൾ വാങ്ങിക്കുമ്പം അല്ലെങ്കിൽ നമ്മൾ നടുമ്പം വളർത്തുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയ പ്ലാന്റ്സിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് അപ്ഡേഷൻ വേണം, അതിൻ്റെ കെയറിങ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മളത് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.